സിന്ധു നദീതട നാഗരികത ജനതയുടെ മതവും വിശ്വാസ സമ്പ്രദായവും ഗണ്യമായ ശ്രദ്ധ നേടിയിട്ടുണ്ട്. പിൽക്കാല ഇന്ത്യൻ മതങ്ങളുടെ മതപരമായ ആചാരങ്ങളുടെയും ദേവതകളുടെയും മുൻഗാമികളെ തിരിച്ചറിയുന്നതിൽ പല എഴുത്തുകാരും ശ്രദ്ധാലുമാണ്. എന്നിരുന്നാലും തെളിവുകളുടെ വിരളത കാരണം വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾക്കായി തുറന്നിരിക്കുന്നു. കൂടാതെ സിന്ധു ലിപി വ്യക്തമാകാത്തതിനാൽ നിഗമനങ്ങൾ ഭാഗികമായി ഊഹക്കച്ചവടമാണ്. പലതും ഏറെക്കുറെ പിന്നീടുള്ള ഒരു മുൻകാല വീക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് നാൾ മുന്നേ റോപ്പറിനെയും ബാണാവലിയും കുറിച്ചും ബാണാവാലിയിലെ കൃഷിയെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഈ വീഡിയോയുടെ ഇപ്പോൾ ഈ തൊട്ട് മുകളിൽ കാണുന്നതിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബാണാവാലിൽ തന്നെ ലിപി, അതായത് സ്ക്രിപ്റ്റും പിന്നെ മതം, ഭരണം എന്നീ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഒട്ടും സമയങ്ങൾ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പോകാം. സോ ഹായ് കോൺഫിഡൻസ്, ഇറ്റ്സ് മീ എബിൽ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. സൈന്ധവ നിവാസികളുടെ ലിപി ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ചിത്രലിപി, അതായത് പിക്ടോഗ്രാഫിക്കാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഈ ഭാഷ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. ഇടത്തുനിന്ന് വലത്തോട്ടും വലത്തുനിന്ന് ഇടത്തോട്ടും ഇടവിട്ട് എഴുതി വന്ന ഒരു അക്ഷരമാലാക്രമം അവർക്കുണ്ടായിരുന്നുവെന്ന് ഭാഷാശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നു. പ്രധാന പെൺദൈവം, അതായത് ചീഫ് ഫീമെയിൽ ഡേറ്റി, മാതൃദേവത, അതായത് മദർ ഗോഡസ് ആയിരുന്നു. പ്രധാന ആൺദൈവം, അതായത് ചീഫ് മെയിൽ ഡേറ്റി, പശുപതി മഹാദേവൻ, അതായത് പശുപതി മഹാദേവ ആയിരുന്നു. ലിംഗാരാധന, അതായത് ഫാലസ് വർഷിപ്പ്, യോനി ആരാധന, അതായത് വർഷിപ്പ് ഓഫ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് എന്നിവയും നിലവിലുണ്ടായിരുന്നു. മരങ്ങളായ ആൽ, അതായത് പീപ്പൽ, വേപ്പ്, അതായത് നീം, മൃഗങ്ങളായ പൂഞ്ഞയുള്ള കാള, അതായത് ഹംഡ് ബുൾ, പാമ്പ് എന്നിവയും ആരാധിക്കപ്പെട്ടു. സ്വസ്തിക ഭാഗ്യചിഹ്നമായിരുന്നു. കലിമ്പങ്ങളിലും ലോത്തലിലും അഗ്നി ആരാധന ഉണ്ടായിരുന്നതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. മൃഗങ്ങളെ ബലിയർപ്പിക്കുന്ന ആചാരവും ഉണ്ടായിരുന്നു. സിന്ധു നദീതട നിവാസികൾ പ്രധാനമായി ആരാധിച്ചിരുന്ന മൃഗം കാളയായിരുന്നു. സിന്ധു നദീതട നിവാസികൾ ആരാധിച്ചിരുന്ന മരം ആലമരമായിരുന്നു. മാടപ്രാവ്, അതായത് ഡവ്, പരിശുദ്ധ ജീവിയായി കണക്കാക്കപ്പെട്ടു. ശിവന്റെ ആദിമ രൂപമാണ് പശുപതി മഹാദേവൻ എന്ന് ചില ചരിത്രകാരന്മാർക്ക് അഭിപ്രായമുണ്ട്. സൈന്ധവകാലത്തെ ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് ഗവേഷകർക്ക് ഏകാഭിപ്രായമില്ല. നഗരസൂത്രണം ഉണ്ടായിരുന്നതിനാൽ ഒരു കേന്ദ്രീകൃത ഭരണകൂടം ഉണ്ടായിരുന്നുവെന്ന് അനുമാനിക്കപ്പെടുന്നു. വ്യാപാരികളാണ് ഭരണം നിയന്ത്രിച്ചിരുന്നതെന്ന് ഒരഭിപ്രായമുണ്ട്. ഡോക്ടർ എൽ ഭാഷം തിയോക്രാറ്റിക് ഭരണ സംവിധാനമാണ് ഉണ്ടായിരുന്നത് എന്ന് അനുമാനിക്കുന്നു. അളവ് തൂക്കങ്ങൾക്ക് 16ഉം അതിൻ്റെ ഗുണിതങ്ങളുമാണ് ഉപയോഗിച്ചിരുന്നത്. സിന്ധു നദീതട നിവാസികൾക്ക് അജ്ഞാതമായിരുന്ന പ്രധാന ലോഹമാണ് ഇരുമ്പ്. ചെമ്പ്, സ്വർണം, വെള്ളി, ഈയം എന്നിവ ഉപയോഗിച്ചിരുന്നു. കേത്രി ഖനികളിൽ നിന്നാണ് ചെമ്പ് ലഭിച്ചിരുന്നത്. മഴു, കുന്തം, കടാരി, അമ്പ്, വില്ല്, കവണ, വാൾ എന്നിവ പ്രധാന ആയുധങ്ങളായിരുന്നു. ശവശരീരങ്ങൾ ഒരുമിച്ച് അടക്കുന്ന രീതി നിലവിലുണ്ടായിരുന്നു. തെക്ക് വടക്ക് ദിശയിലാണ് അടക്കം ചെയ്തിരുന്നത്. ശവസംസ്കാരം 3 വ്യത്യസ്ത രീതികളിൽ നടത്തിയിരുന്നു. മുഴുവൻ കുഴിച്ചിടുക, കുറേ ഭാഗം കുഴിച്ചിടുക, കത്തിച്ച ശേഷം കുഴിച്ചിടുക. പാതകൾ മട്ടകോണിൽ, അതായത് റൈറ്റ് ആംഗിൾസ് സന്ധിച്ചിരുന്നു.
ഇത് കാരണം നഗരം ചതുരാകൃതിയിലുള്ള നിരവധി ബ്ലോക്കുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുട്ടെടുത്ത ഇഷ്ടിക, അതായത് ബേൺഡ് ബ്രിക്സ് ഉപയോഗിച്ചിരുന്നു. മണ്ണിനടിയിലൂടെ മാലിന്യം ഒഴുകിപ്പോകുന്ന സംവിധാനം, അതായത് അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് സിസ്റ്റം ആവിഷ്കരിച്ചിരുന്നു. നഗരങ്ങൾ പല മേഖലകളായി തിരിച്ചിരുന്നത് മറ്റൊരു പ്രത്യേകതയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമെങ്കിൽ മാത്രം ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് കൊടുക്കുക. ഞാൻ ഇനി ഏതെങ്കിലും പുതിയൊരു കണ്ടന്റ് അപ്ലോഡ് ചെയ്യണോ, എൻ്റെ ഇന്നത്തെയും ഇനി വരാൻ പോകുന്ന വീഡിയോകളിലും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ട്, എന്തെങ്കിലും പുതിയതായിട്ട് ഞാൻ ആഡ് ചെയ്യണോ, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. തുടർന്നുള്ള എൻ്റെ ഈ വീഡിയോകൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കണമെങ്കിൽ തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ ആക്കിയിടുക. സോ സീ യു ഗൈസ്, ബൈ.